എന്നെ കോപ്പി അടിക്കുന്നവർക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എന്താ വെച്ചാൽ ഡ്രസ്സ് എടുത്തു കേട്ടോ. പിന്നെ ചില ലെവളുമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഹൗസ് വാമിങ്ങിന് അവൾക്ക് ഇടാനൊരു ഡ്രസ്സ്, അതിന് വേണ്ടിയിട്ടാണ് അവൾ അത്രയും ഇഷ്യൂ ഉണ്ടാക്കിയത്. 16 ലക്ഷം മുടക്കാവുന്ന എനിക്ക് ഒരു 3370 കുണുവ മുടക്കാൻ പറ്റില്ല. ഓക്കെ, ബൈ ദ ബൈ നമ്മൾ കാര്യത്തിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ എടുത്ത ഡ്രസ്സ് ഒന്ന് ഞാനും എടുത്തു, ഒന്നും അരുണും എടുത്തു തന്നതാണ്. അപ്പോൾ ഇത് ഞാൻ എടുത്തതാണ്. ഇതെൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. എങ്ങനെയാ വെച്ചാൽ ഇതിങ്ങനെയേ ഉള്ളൂ കേട്ടോ ഗൈസ്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇന്നർ ഇടണം. സുഡിയോന്നാട്ടോ മേടിച്ചത്. ഇങ്ങനെയാണ്, ഇവിടെ ഫുള്ള് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇടുന്നവർക്ക് അങ്ങനെ ഇടാം, പക്ഷെ ഞാൻ ഇതിൻ്റെ അടിയിലേക്ക് ഇടും. പൈസ വരുന്നത് 899 ആണ്. 899. 899 തന്നെയല്ലേ മോനെ പറയുന്നിപ്പം. സ്കൂളിൽ പോകാത്തതുകൊണ്ട് എന്നെ പറയില്ലായിരിക്കും അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തതെന്നറിയോ, ഞാനാരും മോളെന്നറിയോ 3 കോസ്റ്റ്യൂം എടുത്തിട്ടുണ്ട്. ഈ 3 എണ്ണത്തിലൂടെയായിട്ട് ഒരു ഇന്നറാണ് എടുത്തത്. വെറുതെ എന്തിനാ, ഇന്നർ ആരും നോക്കൂലല്ലോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡ്രസ്സ്. ഇത് ഞാൻ സ്റ്റുഡിയോന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട് എടുത്തതാണ്. ഇന്നലെ സ്റ്റുഡിയോന്ന് എടുത്തൊരു ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. ഇത് പെരുന്നാളിലേക്ക് എന്ന് പറഞ്ഞിട്ട് എടുത്തതായിരുന്നു. പക്ഷെ ഏതാണ് ഇടേണ്ടതെന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ആട്ടോ. ഇതാണ് ഇന്നലെ സ്റ്റുഡിയോന്ന് എടുത്തത്. ഇതിൻ്റെ പ്രൈസും ഏകദേശം ആ ഒരു പ്രൈസ് തന്നെയാണ്. 899 ആണ്. അപ്പോൾ സ്റ്റുഡിയോയിൽ മിക്കതും അറിയാമല്ലോ ഈ ഒരു റേഞ്ചിനാണ് എല്ലാ സാധനങ്ങളും ഉള്ളത്. അപ്പോൾ രണ്ടാമത്തെ ഡ്രസ്സ് ഇനിയാണ് ഹൈലൈറ്റ് ഡ്രസ്സ്. ഇതാണ് അർണാട്ടൻ വാങ്ങി തന്ന ഡ്രസ്സ്. അർണാട്ടൻ എല്ലാ പെരുന്നാളിലേക്കും എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലൊക്കെ മേടിച്ചു തരും കേട്ടോ. പാവണ്ടാവും. ഞാൻ ജീവിതത്തിൽ ആരോടെങ്കിലും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അർണാട്ടനോട് മാത്രമാണ്. അർണാട്ടനാക്കട്ടെ, ഇച്ഛായി എന്നിട്ട് വിളിച്ചാലോ. ഇനിയിപ്പോൾ അർണാട്ടൻ ഞാൻ വിളിക്കുമ്പോൾ അതേപോലെ ഇപ്പം കോപ്പി അടിച്ച് വിളിക്കാനാവും. അതിനെക്കാട്ട് നല്ല നമുക്ക് ഇച്ഛായെന്ന് വിളിക്കാം. അപ്പം നമുക്ക് ഇച്ഛായുടെ അടുത്ത് തന്നതാണ്. ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് ഞാൻ നോക്കിയില്ല. 895. 895. ഇതാണ് ഇവിടുന്ന് അടുത്ത കേട്ടോ, ഉള്ളിയേരിന്ന് കിസ്വ. ഇതിൻ്റെതും എല്ലാത്തിനും കൂടി ആയിട്ട് അർണാട്ടൻ്റെ തലയിൽ പിടിപ്പിച്ച് ഞാനൊരു ഇന്നർ മേടിച്ചിട്ടുണ്ട്. ഇതിനാണെന്ന് പറഞ്ഞിട്ട് എടുത്താണ്. പക്ഷെ ഞാൻ മനസ്സ് കണ്ടത് ആ രണ്ടെണ്ണത്തിനും കൂടി ഇടാമല്ലോ എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇതെടുത്ത്. ഓ, ചൂടെടുക്കുന്നുണ്ടല്ലേ, ഊതി തരട്ടെ അമ്മ. എൻ്റെ മകനാട്ടോ എൻ്റെ ക്യാമറാമാൻ. ഇതാണ് ഇന്നർ വരുന്നത്. ഇതിനെത്രയാ, 299 അങ്ങനെ എന്തോ ആണ്. ഇതിൻ്റെ മുകളിൽ റേറ്റ് ഇല്ല ഉണ്ടല്ലോ, പറ്റിച്ചേ ഇല്ല. 299 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഇതാണ് ഇന്നർ വരുന്നത്. ഇന്നറിന് ഇതാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നാളെ ഇതിടാൻ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ആ ഫസ്റ്റ് ടൈം നമ്മൾ ട്രൈ ചെയ്യുന്നതായത് കൊണ്ട് എനിക്ക് ഇതിടാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതിട്ടാൽ സത്യസന്ധമായിട്ട് പറയാച്ചാൽ ഹണി ചേച്ചി ബാക്കിൽ നിൽക്കേണ്ടി വരും. അങ്ങനെ ഇത് ബോഡി ഷേപ്പായിട്ട് നിൽക്കല്ലോ. എനിക്കാണെങ്കിൽ കുമ്പയുണ്ട്. അപ്പോൾ ഇത് ഫോട്ടോ എടുത്തിട്ട് ഞാൻ അയച്ച സമയത്ത് നല്ല കുമ്പയുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് ബേബി ഷവർ ചെയ്യാം. ഇത് ഞാൻ എടുത്ത സമയത്ത് സിസ്റ്റർ, ഞാൻ എല്ലാ കാര്യം അവളോടാണ് ചോദിക്കുക. അവൾക്ക് ഫോട്ടോ അയച്ച സമയത്ത് അവളെന്നോട് പറഞ്ഞു, ഇടീ ഹണീൻ്റെ മാതിരി ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു തൽക്കാലത്തേക്ക് ഞാൻ തള്ളി പിടിച്ചോളൂ. അവളെടുത്ത് മറ്റേ ഇന്നർ എന്താ അതിന് പറയാന്ന് എനിക്കറിയില്ല, ആ സാധനം ഉണ്ട്, നമുക്ക് അത് അടിച്ചുകൊണ്ട് വരണം. ഏതായാലും ഞാൻ അതുവരെ തള്ളി പിടിക്കും. മറ്റേ ബോണറ്റും ഡിക്കിയൊക്കെ തള്ളി നിൽക്കുന്നത് കൊണ്ട് ഇത് ഇടാൻ എനിക്കൊരു മടിയുണ്ട്. എങ്കിൽ പോലും ഫസ്റ്റ് ടൈം എനിക്ക് ഇത് ഇങ്ങനത്തെ ഒരു കോസ്റ്റ്യൂം എടുക്കണം എന്ന് കുറേ കാലമായിട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ബ്ലാക്കിലായിരുന്നു കേട്ടോ എടുക്കണമെന്ന് വിചാരിച്ച, സ്ലീവുള്ള സൈസ്. പക്ഷേ ഞാൻ ഒരുപാട് ഷോപ്പിൽ നോക്കി, എവിടെയില്ല. പക്ഷേ ഇന്ന് സുഡിയോന്ന് ഇത് കണ്ടപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കില്ല. വേറെ ഒന്നുകൂടി ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇഷ്ടമായില്ല. പക്ഷെ മറ്റേ എപ്പോഴെങ്കിലും ആരെങ്കിലും, ഞാൻ ആരെപ്പറ്റി കുറ്റം പറയാമല്ലോ കേട്ടോ, പക്ഷേ എങ്കിൽ പോയി പറയാതിരിക്കാൻ വയ്യ.
പബ്ലിസിറ്റി കൂടുന്നതിനനുസരിച്ച് നമ്മൾ ആൾക്കാരെയും കൂടി ഭയക്കണം. രേണുസുധീനോടാണ് പറയാനുള്ളത്. രേണുസുധി ഇത് കാണുമെന്നൊന്നും എനിക്കറിയില്ല, കൊച്ചിന് ഇത് കാണാൻ കൂടി നേരം കിട്ടത്തില്ല. ഒന്ന് ഇനി രണ്ടാമത്തേന് ഈ ഒരു ചൊറിച്ചിലുണ്ടല്ലോ, അതൊക്കെ ദയവ് ചെയ്ത് കുറച്ചാൾ എന്തോ ഇവൻ പേനായിരിക്കാം താരനായിരിക്കാം എന്തായിരിക്കാം, പക്ഷേ എങ്കിൽ ഭയങ്കര ബോറാട്ടോ. അപ്പം ഞാനിപ്പോൾ ചൊറിഞ്ഞപ്പോൾ ആ കൊച്ചിനെയാണ് ഓർത്തത്. നമുക്ക് പബ്ലിസിറ്റി കൂടുന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെ വരും, ബാക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അവർ. അപ്പം അങ്ങനെയാണ്. ആരോ ഒരാൾ കമൻ്റ് ഇട്ടു, എൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ കോസ്റ്റ്യൂം കണ്ടിട്ട് ഹൗസ് വാമിങ്ങിൻ്റെ കോസ്റ്റ്യൂം ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ തട്ടം വേണ്ട എന്ന് വെച്ചത്. എൻ്റെ പൊന്നാര കൊച്ചേ, എൻ്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയേ, എന്നിട്ട് പറ കൊച്ചേ. അപ്പം അങ്ങനെയാണ്. ഡ്രസ്സൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഏതാണ് ഞാൻ പെരുന്നാൾക്ക് ധരിക്കേണ്ടതെന്നൊന്നും ജസ്റ്റ് കമൻ്റ് ഇട്ടാൽ ഒന്നുമില്ല, ഞാൻ നോക്കൂല, അത്രേ ഉള്ളൂ. ബൈ.